ലക്ഷ്മി നക്ഷത്ര തന്ന പെർഫ്യൂം പൊട്ടിച്ചോ എന്ന ചോദ്യത്തിന് മറുപടി നൽകിയിരിക്കുകയാണ് കണ്ണു നിറഞ്ഞ് രേണുസുതി. കൊല്ലം സുധിയുടെ മണമുള്ള പെർഫ്യൂം അവതാരക ലക്ഷ്മി നക്ഷത്ര രേണുസുതിക്ക് സമ്മാനിച്ചത് വലിയ വാർത്തയായിരുന്നു. മരണപ്പെടുന്ന സമയത്ത് സുധി ധരിച്ചിരുന്ന ഷർട്ടിൽ നിന്നാണ് മണം പെർഫ്യൂമാക്കി എടുത്തത്. ഈ പെർഫ്യൂമിന് നാറ്റമാണെന്ന തരത്തിൽ രേണു ഒരിക്കൽ പ്രതികരിച്ചതിന് വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ ആക്രമണം നേരിട്ടിരുന്നു. ഈ പെർഫ്യൂം രേണുസുതി എറിഞ്ഞു പൊട്ടിച്ചതായും ചിലർ ആരോപിച്ചു. ഇത്തരം ആരോപണങ്ങൾക്ക് ഒരു അഭിമുഖത്തിലൂടെ മറുപടി നൽകിയിരിക്കുകയാണ് രേണുസുതി. ലക്ഷ്മി നക്ഷത്ര എന്ന സുധിയുടെ മണമുള്ള പെർഫ്യൂം ഞാൻ എറിഞ്ഞു പൊട്ടിച്ചു എന്നൊക്കെ ഏതവനാണ് പറയുന്നതെന്ന് രേണു ചോദിച്ചു. അത്തരം കമൻറ്റുകൾ താനും കണ്ടിരുന്നു. എറിഞ്ഞു പൊട്ടിച്ചു എന്ന് പറയുന്ന ആ പെർഫ്യൂം എടുത്ത് കാണിച്ചു തരാം, എന്തിനാണ് താനത് എറിഞ്ഞു പൊട്ടിക്കുന്നത്? ലക്ഷ്മി നക്ഷത്ര അന്ന് തന്ന ആ പെർഫ്യൂം കൂടി സൂക്ഷിക്കാൻ തൻ്റെ കയ്യിലേക്ക് തന്നതാണ്. കടലുകൾ താണ്ടിക്കൊണ്ടുവന്ന സാധനമാണ്, ഒരിക്കലും തിരിച്ചു കിട്ടാത്ത സാധനം. ആ പെർഫ്യൂമും സുധിച്ചേട്ടൻ്റെ മണമാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ. ലക്ഷ്മിയാണ് അവിടെ പോയി അത്രയും കഷ്ടപ്പെട്ട് നമുക്ക് വേണ്ടി ഇത് ചെയ്തു തന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. താൻ ഒരിക്കലും അത് തല്ലി പൊട്ടിച്ചിട്ടില്ല, അതിൽ ഒരു തുള്ളി പോലും കുറഞ്ഞിട്ടില്ല. കാരണം ഈ പെർഫ്യൂം ദേഹത്തടിക്കാൻ പറ്റില്ല. സുധിച്ചേട്ടൻ്റെ മണം വേണം എന്ന് തോന്നുമ്പോൾ ഞങ്ങൾ അതെടുത്ത് മണക്കും. അപ്പോൾ ഞങ്ങൾക്കറിയാം സുധിച്ചേട്ടൻ ഇവിടെ എവിടെയോ ഉണ്ടെന്ന്. താൻ ഇതെങ്ങനെ എടുത്തു മണക്കാറില്ല. എത്രയൊക്കെ കരയില്ലെന്ന് പറഞ്ഞാലും വിഷമം വരും. ഏട്ടൻ ഇവിടെ എവിടെയോ ഉണ്ടെന്ന് തോന്നും. രേണു കണ്ണു നിറഞ്ഞിട്ടാണ് പറഞ്ഞത്. ഈ പെർഫ്യൂം തൻ്റെ മരണം വരെ സൂക്ഷിക്കുമെന്നും നേരത്തെ അറിയാത്ത വായിൽ നിന്ന് വീണ 2 വാക്കുകളുടെ പേരിൽ പലരും തന്നെ വലിച്ചു കയറിയെന്നും രേണുസുതി പറഞ്ഞു. ഇതേപോലെ സിനിമാ രംഗത്തുള്ള സെലിബ്രിറ്റികളുടെ പുതിയതും പഴയതുമായിട്ടുള്ള അപ്ഡേറ്റുകൾക്കായി, ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.